ഹലോ, ഇന്ന് നമ്മുടെ ടർക്കി ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ എഴുന്നേറ്റ് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മൾ ഇന്ന് ഏർലി മോർണിംഗിന് ഹോട്ട് എയർ ബലൂൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല, വെതർ മോശമായിരുന്നു. അതുകൊണ്ട് അവരത് ക്യാൻസൽ ചെയ്തു. അത് നടന്നില്ല. നമുക്കത് അവർ റീഫണ്ട് ചെയ്യും. ഹോട്ട് എയർ ബലൂണിൽ കയറാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കപ്പഡോക്കിയയിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസമെങ്കിലും നിൽക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റില്ലെന്ന് വരും. വെതർ കണ്ടീഷൻ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ക്യാൻസൽ ആകും. പക്ഷെ അത് ക്യാൻസൽ ആയെങ്കിലും ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്കൊരു ഡേ ടൂർ അവർ ബുക്ക് ചെയ്ത് തന്നു. അവിടെ പല ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് എന്ത് വേണേലും സെലക്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഡേ ടൂർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഹോട്ട് എയർ ബലൂൺ ബുക്ക് ചെയ്തത് ഒരാൾക്ക് 95 യൂറോ ആയിരുന്നു. ഹോട്ട് എയർ ബലൂൺ കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അത് വർത്താണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് ഈ കാണുന്ന ലവ് വാലി എന്നൊരു പ്ലേസ് ആണ്. ഇതും ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വോൾക്കാനോ ഇറപ്ഷന് ശേഷം ഉണ്ടായി വന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡിങ്, പിന്നെ സൺറൈസ് ആൻഡ് സൺസെറ്റ് ഫോട്ടോഗ്രാഫി, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ ഡേ ടൂറിന് നമുക്ക് 2 പേർക്കും കൂടി ചെലവായത് 45 യൂറോ ആണ്. ഇതാണ് ഉച്ചിസാർ കാസിലല്ല ഇത് ശരിക്കും റോമൻ്റെ കാലത്ത് ഇതൊരു വാച്ച് ടവർ ആയിട്ട് ഫോർട്ടായിരുന്നു. അവരുടെ വാച്ച് ടവർ ആയിട്ട് യൂസ് ചെയ്തതാണിത്. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ റോമൻസിൻ്റെ കാലത്ത് ഇത് വാച്ച് ടവർ ആയിട്ട് യൂസ് ചെയ്തതാണ്. കാസിൽ നിന്നാണ് പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത്. പക്ഷേ കാസിലല്ല, അവരുടെ കാലത്ത് റോമൻസിൻ്റെ കാലത്ത് ഫോർട്ടായിട്ട് യൂസ് ചെയ്തതാണ്. ഇതെല്ലാം വോൾക്കാനോ ഓപ്ഷൻ സംഭവിച്ച് ഇങ്ങനെ ഫോമായിരിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഇത് പ്രകൃതിദത്തമായി തന്നെ ഇങ്ങനെ ആയിരിക്കുന്നതാണ്. ഈ കാണുന്ന ഈ സാധനം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ അകത്ത് ആൾതാമസം ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഇതൊരു പ്രൈവറ്റ് ഓൺഡ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ പോയത് ഒരു ലെതർ ഫാക്ടറിയിലേക്കാണ്. അവിടെ നമുക്കൊരു ഫാഷൻ ഷോയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാഷൻ ഷോയിൽ അവർ വെയർ ചെയ്തിരിക്കുന്നതെല്ലാം അവരുടെ ഓൺ പ്രൊഡക്ട്സ് ആണ്. ഒറിജിനൽ ഷീപ്പിന്റെ രോമം വെച്ചിട്ടുണ്ടാക്കുന്ന ലെതർ ആണെന്നാണ് അവർ പറയുന്നത്. സത്യം പറഞ്ഞ ഈ ഫാഷൻ ഷോ അവർക്കൊരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് പറയാം. എന്താണെങ്കിലും ഫാഷൻ ഷോയൊക്കെ നന്നായിരുന്നു. പിന്നെ നമുക്കൊരു പൊമഗ്രാനൈറ്റിന്റെ ഒരു ടീ ഒക്കെ തന്നു. അതിനുശേഷം അവർ അവരുടെ ഷോറൂമിലേക്ക് കൊണ്ടുപോകും. നമുക്ക് അതൊക്കെ അവിടെ നടന്ന് കാണാം. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അവിടെ കൂടുതലും ജാക്കറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ലെതറിന്റെ ജാക്കറ്റുകളാണ്. പിന്നെ എല്ലാം വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു 1 lakhന് താഴെ ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും തന്നെ വാങ്ങിച്ചില്ല. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതിൽ മെയിൻ കോഴ്സും സ്റ്റാർട്ടേഴ്സും ഉണ്ട്. പുഡിങ്ങും ഡ്രിങ്ക്സും നമ്മൾ പക്ഷേ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കണം. അതിനുശേഷം നമ്മൾ ജെറോമിലുള്ള ഒരു ഓപ്പൺ മ്യൂസിയത്തിലേക്കാണ് പോയത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഏരിയയാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം ഉണ്ടായി വന്ന മൺകൂനകളും പാർക്കറ്റുകളുമാണ്. കപ്പഡോക്കിയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ കാണാത്ത ഒരു ജിയോഗ്രഫിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കപ്പഡോക്കിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജീനോളോട് കൊണ്ട് പറന്ന് നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. സെൽഫിയാ, നമ്മളെ കൂട്ടൂല.
മിസ്റ്റർ വിനോദ് ടീച്ചർ പ്രസിഡന്റ് എന്തായിരുന്നു? ചർച്ചായിരുന്നു കാണുന്നത്. പതിമൂന്ന് 14 15 കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ട് പട്ടിയാണക്കോ ഇതുപോലെ. Es del Luque pequeño, el que está en el Inca, porque ya pagó. അടുത്ത ജീനോളെ ആണോ? എന്തോന്ന്? ¿Cómo se llama? 13-14 നൂറ്റാണ്ടുകളിൽ ചർച്ചായിട്ട് ക്രിസ്ത്യൻ ചർച്ചായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ റോമൻ ഭരണകാലത്ത്. ഇപ്പോഴത്തെല്ലാം ഇത് വോൾക്കാനോ അല്ല, ഇത് മാഗ്നം ഇറക്ഷൻ സംഭവിച്ചതിൻ്റെ അവശിഷ്ടമാണ് അതൊക്കെ. വോൾക്കാനോ ഉണ്ടായിരുന്നു, അതൊക്കെ അതിനും കുറേ വർഷങ്ങൾക്ക് മുന്നേ. ഇത് ശരിക്കും മാഗ്നം ഇറക്ഷൻ സംഭവിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ. ഇതാണ് ഇമാജിനറി വാലി, ഇമാജിനേഷൻ വാലി. പേരെന്നാടി? ഈ കാണുന്ന കല്ലുകൾ ഓരോരോ ഇമാജിനേഷൻസ് ആണ്. അതൊരു പെണ്ണിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയേക്കും. ഇത് പെണ്ണല്ല, ഇത് ക്യാമലടി പൊട്ടി. ഇത് പെണ്ണിന് തൊട്ടപ്പുറത്ത് പെണ്ണിനെ നോക്കിയിരിക്കുന്നത്. അത് വേറെ ഡയറക്ഷനിൽ നോക്കിയാലാണ് ആ ക്യാമലിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് പെണ്ണായിട്ട് തോന്നുള്ളൂ. പിന്നെ ഇതൊക്കെ എന്താണ്? കോഴിയോ? ഇത് കണ്ടിട്ട് ഒരു തല, ഒരു പെണ്ണിന്റെ തല, നിന്റെ തല ഇത് വെച്ചേക്കണ മുടി. ആ ശരിയാ. വേറെന്തൊക്കെയോ പറഞ്ഞായിരുന്നു, എല്ലാം മറന്നുപോയി. അപ്പുറത്ത് കുറച്ച് നീങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോ മഷ്റൂംസ്, ചെറുതായിട്ട് മഷ്റൂംസ് പോലെ ഈ നിൽക്കുന്നത് തോന്നുന്നുണ്ട്. ഇത് മഷ്റൂം പോലെ തോന്നുന്നുണ്ട്. ഇതിന്റെ പൊക്കത്ത് ആ ഇടത്തെ സൈഡിലുള്ള ഒരാളുടെ തല പോലെ, ഒരു പടനായകന്റെ പടനായകല്ല, പണ്ടത്തെ ആളെ മറ്റേ ചീറ്റിലുള്ള രാജാവിന്റെ കിങ്ങിന്റെ തല പോലെ. വേറെ എന്തൊക്കെയാ പുള്ളി പറഞ്ഞായിരുന്നു, പക്ഷെ ഒന്നും ഓർത്തിരിക്കുന്നില്ല. അതെ, എന്ത് സാധനം. ഈ കാണുന്നത് പാമ്പിന്റെ പത്തി ഉടർത്തി പോലെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. പാമ്പല്ല, ചേമ്പ്. ഇതെല്ലാം ഓരോരോ ഇമാജിനേഷൻസ് ആണ്, കാണുന്നവരുടെ ഭാവനയ്ക്കത്ത് മെനഞ്ഞെടുത്തോണം. രണ്ടുപേര് കിസ് ചെയ്യുന്നത്. പിന്നെ ഇത് നെപ്പോളിയൻ്റെ തലേതുണ്ടാകുന്ന തൊപ്പി. അമ്പടി, നീ ഇതൊക്കെ കണ്ടുപിടിച്ചല്ലോ. അതെ, ഓ എന്താ സന്തോഷം. ഇതൊക്കെ ഇമാജിൻ ചെയ്ത് എടുത്തോണം കേട്ടോ. ഇതൊക്കെ ഓരോരോ ഷേപ്പാണ് ഇതിൻ്റെയൊക്കെ. എന്റെ ഫേസ് ഇതിന്റെ മുകളിലേക്ക് കയറിക്കും. ഈ പുറകെ കാണുന്നതിനൊക്കെ ഓരോരോ അർത്ഥങ്ങളും ഓരോരോ ഷേപ്പുകളും ഉണ്ട്. ഗൈഡ് പറഞ്ഞാന്നായിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല. അപ്പം അതുകൊണ്ട് ഭാവനയിൽ, നിങ്ങൾ കാണുന്നവരുടെ ഭാവനയിൽ എന്ത് തോന്നുന്നു അതാക്കി അങ്ങ് എടുത്തോണം. അതാണിത്. അതിനുശേഷം നമ്മൾ പോയത് പോട്ടറി മേക്കിംഗ് പ്ലേസിലേക്കാണ്. What we make it out of. It's a red clay. We usually use it for demonstration to show you how we are making the pieces with. Why? Because it's really easy to work with it, but it's also really easy to fall apart as well. So after you bake it into 900 degrees, it will fall apart after 2 to 3 time use, okay? That's the reason instead of the red clay, all of the items that you're gonna be seeing inside in the gallery is with this white clay. We get it from the volcanic mountains over here. And we add this stone inside of it. Do you know what kind of stone it is? No? It's quartz stone. It's a semi
precious stone, really hard to find. The reason that we added into it, because as higher percentage as you add the stone inside of it, is gonna be really strong quality that you can actually use, put in the dishwasher and microwave easily as well. Okay? So after you got it, you make the biscuits, you shape and then bake it into 900 degrees. Let me test for you. 1, 2, and 3. Like these strong quality biscuits. And did you saw the masters working on the pieces? Yeah. Yes. You got pictures and videos if I'm right, yeah? Good job. Okay. So the masters are working on top of it by charcoals, then they add natural jewelry stone colors. They put glass powder on top of it and melt it down in 1400 degrees for the finished product. This is the finished one. Do you want to touch maybe? Yeah, just don't touch this part, you see? That's Let me see the inside. He approves. Thank you. I don't approve that. അപ്പോൾ കപ്പഡോക്കിയയിലെ ഞങ്ങളുടെ ദിവസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇസ്താംബൂളിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ എയർപോർട്ടിലെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഫ്ലൈറ്റ് ബോർഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തത് ഇസ്താംബൂളിലെ വിശേഷങ്ങളാണ്. അപ്പോൾ ഡേ 3 വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.